ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? സോ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് വർക്ക് ലൈഫും പേഴ്സണൽ ലൈഫും മീ ടൈമും ഒന്നും അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞാൻ പോയിട്ട് വരുമ്പോൾ തന്നെ ഒരു സമയമാവും, പിന്നെ കുക്കിങ് കയറി കിടക്കും, ഇതിനിടയ്ക്ക് എപ്പോൾ വ്ളോഗ് എടുക്കും എനിക്കൊരു പിടുത്തവും ഇല്ല. ആ ഒരു രീതിയിലാണ് എൻ്റെ നിലവിലെ ഇത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, റൊട്ടീൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, ഞാൻ വെച്ചാൽ എന്തെങ്കിലും വ്ളോഗ് എടുക്കാൻ. അപ്പോൾ പണ്ടടങ്ങാൻ എനിക്ക് പീരിയഡ്സ് പോയി. ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് വന്നിട്ട് നമ്മുടെ പോൺസിനെ പറ്റി പറഞ്ഞിട്ട് പോയത്. അതിന് മുമ്പ് ഗായ്സ് ഇവിടെ ചൂട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സഹിക്കാൻ പറ്റണില്ല. അതായത് ഇത്രയും ദിവസം ഓഫീസിൽ ഇരുന്നപ്പോൾ ഇത്രയും ബുദ്ധിമുട്ട് മനസ്സിലായിട്ടില്ല. ഇന്നിപ്പോൾ റൂമിൽ ഇരിക്കുമ്പോഴാണ് ഇത് എത്രത്തോളം ഹ്യൂമിഡിറ്റി ഉണ്ടെന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നത്. ഇതിപ്പോൾ എ സി എനിക്കൊന്നും 21 എന്തോ കിടക്കണം, എന്നിട്ട് പോലും ഇരിക്കാൻ പറ്റുന്നില്ല, അത്ര ഹ്യൂമിഡിറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നത് നമ്മുടെ പോൺസിനെ പറ്റിയിട്ടാണ്. ഞാൻ പോൺസ് യൂസ് ചെയ്തപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റേ ഞാൻ വേറൊരു പോൺസിൻ്റെ ഐറ്റം കൂടി യൂസ് ചെയ്യുന്നുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന്. സോ ഞാൻ മറന്നിട്ടില്ല, ഞാനതും കൂടി പറയാനായിട്ടാണ് വന്നത്. സോ ദ ഐറ്റം ഈസ് ഇറ്റ്സ് എ ഫേസ് വാഷ്. യെസ്, സീരിയസ്ലി പറയാമല്ലോ, ചിലർക്ക് പോൺസ് ഇഷ്ടമാണ്, ചിലർക്ക് പോൺസ് ഇഷ്ടമല്ല. എൻ്റെ ഫോണൊക്കെ അതേ പോകുന്നു, ഇങ്ങോട്ട് ഇരുമര്യാദയ്ക്ക്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഫോൺ വെക്കാനൊന്നും പ്രോപ്പർ അറേഞ്ച്മെൻറ്റ്സ് ഒന്നുമില്ല. ഞാൻ ഇങ്ങനെയൊക്കെ ചാരിയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അതാണ് എൻ്റെ മെയിൻ മടി, ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ. ഓക്കെ, എന്തല്ലാട്ടെ. സോ പോൺസിനെ പറ്റി പറയുകയാണെങ്കിൽ ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല എന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്ക് സീരിയസ്ലി എൻ്റേത് ഡ്രൈ സ്കിൻ അല്ലായിരുന്നു, എന്നാൽ മറ്റേ എന്താ പറയുന്നത് ഓയിലി സ്കിൻ അല്ല, എൻ്റെ ഒരു നോർമൽ സ്കിന്നാണ്. പക്ഷേ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു ചൂട് ക്ലൈമറ്റ് ആയപ്പോൾ എനിക്ക് ഡ്രൈ സ്കിൻ ആവുന്നുണ്ട്. കാരണം നല്ല പൊരിച്ചിലുണ്ട് മുഖം, നല്ല പൊരിച്ചിൽ എന്ന് പറഞ്ഞാൽ നല്ല പൊരിച്ചിലുണ്ട്. ഞാൻ അപ്പം മറ്റേ നാട്ടിൽ നിന്ന് മറ്റേ നാൽപ്പാമരാതി കൊണ്ടുവന്നിട്ട് ഞാൻ അത് തേക്കും ഫുൾ ടൈം. അങ്ങനെ മീൻസ് എപ്പോഴും ഓയിൽ കണ്ടന്റ് ഞാൻ മുഖത്ത് ഇട്ടുകൊണ്ടിരിക്കും. എന്തെങ്കിലും രാത്രി കിടക്കാനൊക്കെ എണ്ണ തേച്ചിട്ട് ഞാൻ കിടക്കുന്നത്. കാരണം അത്ര പൊരിച്ചിലാണ് മുഖം. എത്ര ക്രീം തേച്ചിട്ട് അങ്ങോട്ട് ശരിയാകുന്നിരിക്കുന്നത്, പൊരിഞ്ഞ് രാവിലെ എണീക്കുമ്പോൾ പൊരിഞ്ഞിങ്ങനെ ഇളകിയിരിക്കും മുഖം. സോ നമ്മുടെ ടോപ്പിക് അതല്ല പോൺസ്. സോ പോൺസിന് ഫേസ് വാഷ് എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഏകദേശം 2.5 years ആയിട്ട് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ട്യൂബല്ല, വേറെ ട്യൂബ് ഉണ്ടായിരുന്നു. ഈ ഒരു ട്യൂബ് ഞാൻ ദുബായിലേക്ക് വരാൻ നേരം വലുതൊരെണ്ണം വാങ്ങിച്ചിട്ടാണെന്നാണ്. കാരണം മാക്സിമം യൂസ് ചെയ്യാൻ നേരിട്ട് ഞാൻ ഇപ്പോൾ ദുബായ് വന്നിട്ട് ഞാൻ ദുബായ് വന്നിട്ട് 7 മാസമായി. സെപ്റ്റംബറിലാണ് വന്നത്. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. മെയ് 20 ആകുമ്പോഴത്തേന് 8 മാസമാണ് ഞാൻ വന്നിട്ട്. ഓ മൈ ഗാഡ്, 8 മാസം ഞാൻ ദുബായിലെത്തിയിട്ട്. അപ്പോൾ 8 മാസമായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടാണ് ഇത്. എന്നാലും കുഴപ്പമില്ല, ഇനിയുണ്ട്, എങ്ങനെയെങ്കിലുമൊക്കെ ഞെക്കി എടുക്കാം. എന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം നാട്ടിൽ നിന്ന് ഒരു ചേച്ചി വന്നപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞത് എനിക്ക് പോൺസ് വേണമെന്ന്. ബിക്കോസ് ഞാൻ ഇവിടെ നോക്കിയിട്ട് ഒരു സാധനം ഉണ്ട്, പക്ഷേ കുറച്ച് റേറ്റ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് 200 രൂപയ്ക്ക് സാധനം കിട്ടും. സോ ദിസ് ഈസ് പോൺസ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്കിതുവരെ അങ്ങനെ സ്കിന്നിന് ഇതുവരെ ഈ പോൺസ് യൂസ് ചെയ്തിട്ട് എനിക്കിതുവരെ ഒരു കുഴപ്പം വന്നിട്ടില്ല. ഈ കാണുന്ന കുരുവൊക്കെ ഞാൻ പറഞ്ഞ പോലെ പീരിയഡ്സ് ആയി കഴിയുമ്പോൾ നമുക്ക് എവിടെ നിന്നില്ലാത്ത കുരുക്കളൊക്കെ വരും. അപ്പോൾ അതിൻ്റേതായിട്ടാണ്. അല്ലാണ്ട് പോൺസ് യൂസ് ചെയ്തിട്ട് എനിക്കിതുവരെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. എനിക്ക് പോൺസ് ഭയങ്കര ഇഷ്ടമാണ്. സോ നിങ്ങൾ മീൻസ് മേടിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ വൺസ് ഇൻ എ ലൈഫ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നോട് കമൻറ്റിൽ വന്ന് പറയണേ. ബൈ.